ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാജയമല്ല, ഡൽഹി ജനതയുടെ പരാജയമാണ്. ഡൽഹി ജനങ്ങൾ തോറ്റു എന്ന് വേണം പറയാൻ. ആം ആദ്മി പാർട്ടി തോറ്റു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾക്കറിയാം നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമ്മൾ ജനങ്ങൾക്കായി ചെയ്യുന്ന, ഡൽഹിയിൽ വരുത്തിയ മാറ്റം, കഴിഞ്ഞ 10-12 വർഷമായി ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ തോൽവി കൃത്യമായി പറയാൻ ഇനിയും നമുക്ക് സമയം വേണ്ടി വരും. അതനുസരിച്ചിട്ട് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ട്. പക്ഷെ നോക്കൂ, നിങ്ങളിവിടെ വികസനത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു, BJPയും അത് തന്നെ വെച്ചു. നിങ്ങൾ ഫ്രീ ബീസ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചു, BJPയും അത് തന്നെ വെച്ചു. പിന്നെ എന്താണ്, നിങ്ങൾ ഹിന്ദുത്വ പറഞ്ഞു, നല്ലപോലെ പറഞ്ഞു, നിങ്ങൾ ഈ റോഹിംഗ്യൻ വിഷയം പറഞ്ഞു, ഒപ്പം നിങ്ങൾ മതത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി, നിങ്ങൾ മത പൂജാരിമാർക്ക് കൊടുക്കുന്ന പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ രാമക്ഷേത്രം, ഹനുമാൻ ചാലീസ എന്തെല്ലാമോ പറഞ്ഞു, ഗുജറാത്തിലടക്കം പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അവർ ഒരുപോലെ പറഞ്ഞു. നിങ്ങളെക്കുറിച്ച് അഴിമതിക്കാരാണെന്ന ആക്ഷേപം അവർ ഉന്നയിച്ചു, നിങ്ങൾ തിരിച്ചു ഉന്നയിച്ചു. ഹിന്ദുത്വമൊക്കെ ഒരു പക്ഷേ പരിമിതമായ ലെവലിൽ പ്രയോഗിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, എന്നിട്ടും പക്ഷേ ജനം നിങ്ങളെ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഒരേ കാര്യങ്ങൾ പറയുന്ന രണ്ട് കക്ഷികൾ, പക്ഷെ നിങ്ങൾ വേണ്ട, മോദി മതി എന്ന് ജനം തീരുമാനിക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ അല്ല, ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയത്. റിസൾട്ട് വന്നതിന് ശേഷമല്ല. കൃത്യമായി ഞങ്ങൾ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, ഇലക്ഷൻ ആ ഡേറ്റാബേസിലുണ്ടായിരുന്ന അഡീഷനും ഡെലീഷനും അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അതിനെതിരെ പരാതി കൊടുത്തു. അതൊന്നും ചോദിക്കാൻ ആരുമില്ല. ഇലക്ഷൻ കമ്മീഷൻ അതൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കൃത്യമായി കണ്ടു. ബജറ്റ് അവതരിപ്പിച്ചിട്ട് ഡൽഹിയിലുള്ള മുഴുവൻ ന്യൂസ് പേപ്പറിലും ഡൽഹി ജനതയ്ക്കായി ബജറ്റ് എന്ന് മോദിജിയുടെ പരസ്യം നമ്മൾ കണ്ടു.